ബെസ്റ്റീസ് വാഴുന്ന ഒരു കാലം, ഫ്രണ്ട്ഷിപ്പിന് ബൗണ്ടറീസ് ഇല്ലാത്തൊരു ലോകം, വൺ നൈറ്റ് സ്റ്റാൻഡ്സ്, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്, നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ്, സിറ്റുവേഷൻഷിപ്സ്, എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ്. കേൾക്കാനൊക്കെ നല്ല രസമുണ്ടെങ്കിലും ഇതൊന്നും അത്ര നല്ല സംഭവങ്ങളല്ല. വെൽക്കം ടു നോർമലൈസേഷൻ സീരീസ് പാർട്ട് 5, ദ ഹുക്കപ്പ് കൾച്ചർ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നൊരു കൊളീഗുണ്ട്. ആൾ മാരീഡാണ്, ആൾക്ക് കുട്ടിയൊക്കെ ഉണ്ട്. ഈ ആൾക്ക് പല ഗേൾസായിട്ട് പല ടൈം പാസ് റിലേഷൻഷിപ്സാണ്. എന്തിനങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ ഇയാൾ പറഞ്ഞ ന്യായം എന്താ അറിയോ? ഞാനതിന് എനിക്കൊരു വൈഫും കുട്ടിയും അറിയിച്ചിട്ട് തന്നെയാണ് ഗേൾസിനോട് റിലേഷൻഷിപ്പിലാവുന്നത്. എൻ്റെ ഫ്രണ്ട് ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഷോക്കായിപ്പോയി. ഇയാളെന്തോ കൂളായിട്ട് ജസ്റ്റ് നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്ന പോലൊരു ആറ്റിറ്റ്യൂഡാണ് ഇയാൾ കീപ്പ് ചെയ്യുന്നത്. ഇത്തരം തെറ്റായ കാര്യങ്ങളെയും ചീറ്റിങ്ങിനെ പോലും പല ഫാൻസി പേരുകളിട്ടിട്ട് സൊസൈറ്റി ഇന്ന് നോർമലൈസ് ചെയ്യുകയാണ്. ഡസൻ ലോയൽറ്റി ഹാസ് എനി മീനിങ് ദീസ് ഡേയ്സ്? ആത്മാർത്ഥമായ പ്രണയങ്ങൾക്കും ആളുകളുടെ ഇമോഷൻസിനൊന്നും ഒരു വിലയും ഇല്ലാതെയായോ? ആൺ പെൺ സുഹൃത്ത് ബന്ധങ്ങൾക്ക് പോലും ഇന്ന് ഒരു വാല്യൂ ഇല്ലാതെയായി കൊണ്ടിരിക്കുകയാണ്. ഓ മൈ ഗോഡ്, ഞാൻ മെയിൽ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് പാടില്ല എന്നല്ല പറഞ്ഞു വന്നത്. ഏത് റിലേഷൻഷിപ്പിലായാലും അതിനൊരു ബൗണ്ടറി ഉണ്ട്. വി മസ്റ്റ് കീപ് ദാറ്റ്. ഇന്ന് പലർക്കും മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം ഇല്ലെങ്കിലും മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിന് യാതൊരു കുറവുമില്ല. ഒരു കൂട്ടർ ഇതിനെങ്ങനെ ന്യായീകരിക്കുന്ന അറിയോ? അതൊക്കെ മറ്റുള്ള ലൈഫിൽ നമ്മളെന്തിനാ ശ്രദ്ധിക്കാൻ പോകുന്നത്? ശരിയാ, ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്തി പിടിച്ചാൽ കാണാൻ നല്ല രസം, അത് വേണമെങ്കിൽ നമുക്ക് നെവർ മൈൻഡും ആക്കിയെടുക്കാം. പക്ഷേ സ്വയം ഇങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവം വരുമ്പോഴേ നമ്മളെല്ലാവരും പഠിക്കുകയുള്ളൂ. നമ്മുടെ കേരളത്തിൽ ഓരോ വർഷവും HIV കേസസ് കൂടി വരുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് വയ്ക്കുന്ന നല്ലതാവും. ഇന്നത്തെ കാലത്ത് ഒരാൾ ട്രസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് ടു ഹാർഡ് ആൻഡ് ടു റിസ്കി. ഒരു CBIനെ കൊണ്ട് അന്വേഷിപ്പിച്ചാൽ പോലും നമുക്കൊന്നും കണ്ടെത്താൻ കഴിയില്ല. ബിക്കോസ് പീപ്പിൾ നോ ഹൗ ടു ഹൈഡ് വെരി വെൽ. ഞാൻ പല കളിയും കളിക്കും, പക്ഷെ എൻ്റെ പാർട്ട്ണർ അങ്ങനെ ഒന്നും പാടില്ല. ഒരു നല്ല ആളായിരിക്കണം. ഇങ്ങനെയുള്ള മെൻറ്റാലിറ്റി ഉള്ളവരാണ് നമ്മുടെ സൊസൈറ്റി. ഇൻ ഇസ്ലാം ദർ ഇസ് എ സേയിങ്, ബാഡ് വുമൺ ആർ ഫോർ ബാഡ് മെൻ, ബാഡ് മെൻ ആർ ഫോർ ബാഡ് വുമൺ, ഗുഡ് വുമൺ ആർ ഫോർ ഗുഡ് മെൻ ആൻഡ് ഗുഡ് മെൻ ആർ ഫോർ ഗുഡ് വുമൺ. ഒരു സംഭവം കൂടെ ഉണ്ട്, പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കും.